നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന വാക്കുകളാണ് ഗവൺമെന്റ് ബോണ്ട്സ്, കോർപ്പറേറ്റ് ബോണ്ട്സ് തുടങ്ങിയവ. എന്താണ് ഈ ബോണ്ട്സ്? ഇന്നത്തെ വീഡിയോയുടെ നമുക്ക് ബോണ്ട്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് ലൈക്കും റീപോസ്റ്റും ചെയ്താൽ അതെനിക്കൊരു വലിയ സപ്പോർട്ടായിരിക്കും. സിമ്പിളായി പറഞ്ഞാൽ ബോണ്ട്സ് എന്നത് ഒരു തരത്തിലുള്ള ലോണാണ്. പക്ഷെ കടം കൊടുക്കുന്നത് നിങ്ങളാണ്. കടം വാങ്ങുന്നത് കമ്പനീസും ഗവൺമെന്റുമാണ്. നിങ്ങൾ കൊടുക്കുന്ന പണത്തിന് പകരം കമ്പനീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇൻട്രസ്റ്റ് തരും. അതുപോലെ തന്നെ കാലാവധി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ 10,000 രൂപയുടെ ഒരു ബോണ്ട് വാങ്ങിയാൽ ആവറേജ് 7% വെച്ച് പ്രതിവർഷം ഇൻട്രസ്റ്റ് കിട്ടും. കാലാവധി കഴിഞ്ഞാൽ നിങ്ങളുടെ 10,000 വിഡ്രോ ചെയ്യാൻ സാധിക്കും. നിലവിൽ ഇന്ത്യയിൽ പ്രധാനമായി 2 തരത്തിലുള്ള ബോണ്ട്സ് ആണുള്ളത്. ഒന്നാമതായി ഗവൺമെന്റ് ബോണ്ട്സ്. ഗവൺമെന്റ് പുറത്തിറക്കുന്ന ബോണ്ട്സ് ആയതിനാൽ തന്നെ കൂടുതൽ സേഫ് ആയിരിക്കും, പക്ഷേ ഇൻട്രസ്റ്റ് കുറവായിരിക്കും. രണ്ടാമതായി കോർപ്പറേറ്റ് ബോണ്ട്. കമ്പനികൾ പണം സമാഹരിക്കുന്നതിന് വേണ്ടി പുറത്തിറക്കുന്ന ബോണ്ട്സ് ആണിത്. ഇത് താരതമ്യേന റിസ്ക് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഇൻട്രസ്റ്റും കൂടുതലായിരിക്കും. ഇത് കൂടാതെ ടാക്സ് ഫ്രീ ബോണ്ട്സ്, മ്യൂണിസിപ്പൽ ബോണ്ട്സ്, ഗോൾഡ് ബോണ്ട്സ് തുടങ്ങിയ ബോണ്ട്സും നമുക്ക് അവൈലബിൾ ആണ്. ചുരുക്കി പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിനേക്കാൾ സേഫായ റിട്ടേൺ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു നല്ല ഓപ്ഷനാണ് ബോണ്ട്സ്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ റിട്ടേൺ കുറവായിരിക്കും. ഇതുപോലുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റ് അറിവുകൾക്കായി എന്നെ കൂടെ കൂട്ടുക.